ആളുകൾ ഞങ്ങൾ ഓടിച്ചു. പയ്യന്നൂർ മാത്രമേ ഉള്ളൂ. വെടി, ഇടി, പുക, ചാനൽ യുദ്ധം, രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടിരിക്കുന്നു, ആപ്പീസിന്റെ ഫണ്ട് മുക്കിയിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഫണ്ട് അമുക്കിയിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പയ്യന്നൂരിൽ മാത്രമായിട്ടാണ് ഈ ജാഥ. തികഞ്ഞ ബഹുമാനത്തോടു കൂടിയിട്ട് അങ്ങനെ വിചാരിക്കുന്നവരോടും അങ്ങനെ പറയുന്നവരോടും പറയാനുള്ളത്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ വികസന മുന്നേറ്റ ജാഥകൾ ചിലയിടങ്ങളിൽ നടന്നു കഴിഞ്ഞു, ചിലയിടങ്ങളിൽ ഇപ്പോഴും നടക്കുന്നു. നാളെ തൃക്കരിപ്പൂരടക്കം നാളെ ആരംഭിക്കുന്നു. 140 മണ്ഡലങ്ങളിൽ MLA-മാർ, ഇടതുപക്ഷത്തിന്റെ MLA-മാർ ഉള്ളിടങ്ങളിൽ ആ MLA-മാർ നേതൃത്വം നൽകുന്നു. അല്ലാത്തിടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ജാഥ നടക്കുന്നു. ഇവിടെ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ജാഥയല്ല. പക്ഷെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സവിസ്തരമായിട്ട് പറഞ്ഞു. ഞാനതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോവുകയല്ല. പക്ഷെ ജനങ്ങളിൽ പലരുടെയും മനസ്സിൽ വിഷമവും സങ്കടവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പാർട്ടി ആരുടെ പാർട്ടിയാണ്? ഇതൊരു ഒറ്റയാന്റെ പാർട്ടിയാണ്. ഏതെങ്കിലും ഒരാളുടെ നിയന്ത്രണത്തിൽ എല്ലാവരും തുള്ളിക്കളിക്കുന്ന ഒരു പാർട്ടിയാണോ ഈ പാർട്ടി? ഇത് ഏറ്റവും അച്ചടക്കമുള്ള സംഘടനാ സംവിധാനമുള്ള ഈ ജനങ്ങളെ മുഴുവനും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന, ആത്മവിശ്വാസത്തോടുകൂടി അവരെ മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രസ്ഥാനമാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ന് രാവിലെ ഈ ജാഥ കുന്നൂരെത്തുമ്പോൾ ഞങ്ങളെ ആര് സ്വീകരിച്ചു? വികാര നിർഭരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. സഖാവ് ധനരാജിന്റെ പ്രിയപ്പെട്ട പത്നി സജിനി ചുവന്ന ഷാളുമായി ജാഥാ ലീഡറെ അണിയിച്ചിട്ട് പറഞ്ഞു, കരുത്തോടെ മുന്നോട്ടേക്ക് പോകണം. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. ഞങ്ങൾ കേട്ടതും കൊണ്ടതും അനുഭവിക്കുന്നതും എല്ലാം ഓർമ്മയിലേക്ക് തികട്ടി വരുമ്പോ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒന്ന് പതറിപ്പോയി. സജിനിയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഈ ജാഥാംഗങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തലയെടുപ്പോടെ മുന്നോട്ടേക്ക് പോകും. നിങ്ങൾ ആലോചിക്കണം, രക്തസാക്ഷി കുടുംബങ്ങൾ ആരുടേതാണ്? ഒരു മനുഷ്യന് ഈ പ്രസ്ഥാനത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്. 2016 ജൂലൈ 11 രാത്രി കുന്നൂരിലൊരു യോഗം കഴിഞ്ഞിട്ട് ഞാൻ പയ്യന്നൂരിലെ വീട്ടിലെത്തുമ്പോൾ ഫോണിൽ വിളിക്കുന്നവർ പറയുന്നത്, ധനരാജൻ എന്തോ പറ്റിയിരിക്കുന്നു, ധനരാജൻ എന്തോ പറ്റിയിരിക്കുന്നു. പിന്നെ കേൾക്കുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നു. ഞങ്ങളൊരു വണ്ടിയും എടുത്ത് പെരിയാരം മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ കാഷ്വാലിറ്റിയിലെ ആ തണുത്തുറന്ന ടേബിളിൽ നെഞ്ചു വെട്ടിപ്പിളർന്ന് ശരീരമാസകലം തുണ്ടങ്ങളായി ചേതനയറ്റിട്ടൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് ധനരാജ്. ഞങ്ങൾ അതിനു മുന്നിൽ കീഴടങ്ങി കരഞ്ഞ് കീണ് നിൽക്കുകയല്ല ചെയ്തത്, കരഞ്ഞു മനസ്സിൽ. ആ ശരീരത്തിൽ തൊട്ടിട്ട് ഞങ്ങൾ നിന്നു. ഞങ്ങളുടെ നഷ്ടത്തിന്റെ ആഴവും പരപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ആ കുടുംബം ആരുടെ കുടുംബം? അത് ഈ പാർട്ടിയുടെ കുടുംബമാണ്. മാധവി അമ്മയും സജിനിയും വിവേകാനന്ദും വിദ്യാനന്ദും. ആ അമ്മ നമ്മുടെ അമ്മയാണ്, സജിനി നമ്മുടെ എല്ലാം പെങ്ങളാണ്, ആ മക്കള് നമ്മുടെ ഓമന മക്കളാണ്. അവർക്ക് അത്ര പൈസ കൊടുത്തു, അവരുടെ വീടിനത്ര ചെലവായി. ആ പൈസ എന്തു ചെയ്തു? അത് വിളിച്ചു പറഞ്ഞിട്ട് ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ CPIM തയ്യാറാവുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഒരു നയാ പൈസ പോലും. എന്നോടൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, മനസ്സിന് വിഷമമുണ്ടല്ലേ ഇതിൽ കേൾക്കുമ്പോൾ. ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങളൊക്കെ പാർട്ടിയല്ല. സെമന്തകമണി ശ്രീകൃഷ്ണൻ കക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പുരാണത്തിലൊരു വരിയാണ്. ഞാൻ അതിനെ കുറിച്ചിട്ട് അധികം വിശദീകരിക്കാനൊന്നും ഇവിടെ പോകുന്നില്ല. നിങ്ങളൊന്ന് ആരെങ്കിലും പുരാണമൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റുകാർക്ക് രക്തസാക്ഷിയുടെ ഫണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഒരു നയാ പൈസ എടുക്കാൻ പറ്റുമോ?
തൊടാൻ തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എന്തും പറയാം. ഏതാ സന്ദർഭം? ഈ സന്ദർഭം ഏതാ? എന്തെങ്കിലും വ്യക്തിവിരോധം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഏതാ സന്ദർഭം? സഖാവ് ധനരാജനെ വെട്ടിക്കൊന്നിട്ടുള്ള RSSകാർ തളിപ്പറമ്പ് സെഷൻസ് കോടതിയുടെ പ്രതിക്കൂട്ടിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇപ്പോ മാധവിയമ്മയും സജിനിയും ആ കോടതിയിൽ പോയി. ഒരു ദിവസം ആ അമ്മയെ, ഈ പ്രതികളെ തിരിച്ചറിയണം. അമ്മ ആ മരക്കൂട് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. വെള്ള ഷർട്ട്, വെള്ള മുണ്ട്, വെള്ള മുഖംമൂടി അണിഞ്ഞിട്ട് ഈ RSSകാർ നിൽക്കുന്നു. ജഡ്ജി പറഞ്ഞു, തിരിച്ചറിയണം, നിങ്ങൾക്ക് ഇവരെ അറിയോ? അവരാ മുഖംമൂടി മാറ്റുന്നു. അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവനാണ് എന്റെ മകന്റെ നെഞ്ചത്തേക്ക് ആദ്യമായിട്ട് മഴുകൊണ്ട് വെട്ടിയത്. ചെയ്യരുത് മോനെ എന്ന് കേണ് കരഞ്ഞപ്പോ എന്റെ കഴുത്തിന് വാള് കൊണ്ടുവച്ചത് ഇതാ ഇവനാണ്. ആ കൊലയാളികളുടെ മുന്നിൽ ആ അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് ഓരോരാളെയും ചൂണ്ടി പറയുമ്പോ, ഇവിടെ ധനരാജ് ഫണ്ട് കട്ടെടുത്തിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്ന് പുറമെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനലിൽ ഇരുന്നിട്ട് ആരെ നന്നാക്കുന്നതിന് വേണ്ടി പറയുന്നു. സജിന് പറഞ്ഞു, വലിയ സങ്കടമായിരുന്നു ഈ വാർത്തകളോട് തള്ളിച്ച്. ഓരോരാളെയും ചൂണ്ടിയിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഇവനാണ് ഇവനാണ് ഇവനാണ്. ആ കേസ് ഇപ്പോഴും നടക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വക്താവായിട്ടുള്ള അഭിഭാഷകൻ പറയുന്നു, മാർക്സിസ്റ്റുകാരാണ് ധനരാജനെ വെട്ടിക്കൊന്നത് കോടതി. അപ്പൊ ആർക്ക് ഈ ഈ ഈ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഉയർന്നു വരുന്നത്? ആരെ സഹായിക്കാനാണ്? ധനരാജനെ വെട്ടിക്കൊന്നവരെ കോടതിയുടെ മുന്നിൽ ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതിന് നിങ്ങൾ ആലോചിക്കണം, എന്ത് ധൈര്യമാണിത്? എന്തൊരു വിരോധമാണിത്? എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിരോധം? കെട്ടിട നിർമ്മാണ ഫണ്ട്, ഞാനതിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയല്ലേ ചെയ്യുന്നത്. എങ്ങനെയാ പാർട്ടിക്ക് ഒരു സ്വന്തമായിട്ടുള്ള പുതിയ AKG മന്ദിരം ഉണ്ടാവണം? എന്നോട് TV ചാനലുകാർ ആദ്യമായിട്ട് ഒറ്റൊരാൾ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഒരാളുടെ മുന്നിൽ മാത്രമാണ് ഞാൻ പോയിരുന്നത്. അയാൾ ചോദിച്ചു, എന്തിനാ പുതിയ ഓഫീസ്? ഞാൻ പറഞ്ഞു, കണ്ണൂരിലും കേരളത്തിലും CPM പ്രവർത്തകരെ നിഷ്ഠൂരമായിട്ട് വെട്ടിനുറുക്കുന്നതിന്, അറുകൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കോൺഗ്രസ് ക്രിമിനൽ. നിങ്ങൾ ആലോചിക്കണം, കരുവള്ളൂരിൽ നമ്മുടെ സുരേന്ദ്ര മാഷ് വരെ വെട്ടി. സഹകരണ ആശുപത്രിയിലെ സഖാ C രമേശന്റെ കൈ നിഷ്ഠൂരമായിട്ട് വെട്ടി നുറുക്കി. എത്രയെത്ര പേര്. പെരുമ്പയിൽ മുഹമ്മദ് കുഞ്ഞി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. വെള്ളത്തിൽ ചോര വാർന്നൊഴുകിയ ആ ചെറുപ്പക്കാരൻ എങ്ങനെയോ ആരോ കണ്ടിട്ട് രക്ഷപ്പെട്ടത്. ആ ക്രിമിനൽ സംഘം ഈ പയ്യന്നൂരിൽ വേട്ടയാടിയപ്പോ, ആ ക്രിമിനൽ കൊല ചെയ്യപ്പെട്ടപ്പോ, ജൂൺ മാസം പെരുമഴയുടെ കാലത്ത് CPMന്റെ ഓഫീസ് സമ്പൂർണമായിട്ട് തകർത്തു. അന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് 19 പേരാണ്. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും 19 പേർ. ഫോൺ മാത്രമാണ് പുറത്തേക്കുള്ള ബന്ധം. ഞങ്ങൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറ്റ് സഖാക്കളോടും വിളിച്ചു പറഞ്ഞു, ചീമേനിയിൽ 5 പേർ കൊല ചെയ്യപ്പെട്ടതുപോലെ പയ്യന്നൂർ ഓഫീസിൽ ചിലപ്പോൾ 19 പേർ. ആരും വരേണ്ടതില്ല, സാധിക്കില്ല, വന്നാൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ. അന്നത്തെ SP രാജേഷ് ദിവാൻ ആ ഓഫീസിന്റെ ഒരു വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റില്ല, പക്ഷെ പുറത്തിറക്കാൻ നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ രക്ഷപ്പെട്ടു കൊള്ളണം. ഞാൻ ആ TV ഇന്റർവ്യൂവിൽ അത് പറഞ്ഞപ്പോ എന്നോട് ഒരു 3-4 ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പോ, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ്, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പയ്യന്നൂരിലെ സാന്നിധ്യമായിട്ടുള്ള സെൻട്രൽ ഹാർഡ്വേഴ്സ് നടത്തുന്ന ഖാദർ, ഇനി അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കേണ്ട കാര്യമില്ല, ചാനലിൽ ഞാൻ ആ പേര് പറഞ്ഞില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാത്തിരുന്നു നിങ്ങൾ എന്റെ പേര് പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നത്, നിങ്ങൾക്കെന്തും വിഷമം വരുമെന്ന് വിചാരിച്ചു. എനിക്ക് അഭിമാനമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ പേര് പറയുന്നത്. ഇതാ ഇവിടെ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ, നാരായണൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഞാൻ കണ്ടത് പണ്ട് പാസ്വേഡ്
വാസോട്ടൻ പറഞ്ഞു, എന്റെ കൊടിയുണ്ടോ ഓടിയോ? ഇവിടെ ജീവന് വേണ്ടിയിട്ട് ആള് പായുമ്പോഴാണ് ഇയാൾ കൊടക്ക് പായുന്നത്. നല്ല പൊളിച്ച ചീത്ത പറഞ്ഞിട്ട് വാസോട്ടനെ സ്നേഹത്തോടു കൂടി പുറത്തു കൂടിയിട്ട് പറഞ്ഞു, വിട്ടോ വടക്കോട്ട് എന്ന് പറഞ്ഞു. EP കരുണാകരൻ 19 പേർ. അന്ന് ഈ പാർട്ടി തീരുമാനിച്ചതാണ് ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ഓഫീസ് ഉണ്ടാവണം. അത് പാർട്ടിക്ക് അതല്ലാതെ വേറെ വഴിയില്ല. പഴയ ഓഫീസ് ഞങ്ങൾ വിൽപ്പന നടത്താൻ തീരുമാനിച്ചു, അഡ്വാൻസ് വാങ്ങി. അവിടെ എല്ലാ പരിസരവാസികൾ പറഞ്ഞു, ഈ ഓഫീസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ഈ ഗേൾസ് സ്കൂൾ ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും ഒരു ഓഫീസ് ഉണ്ടാവണം. നിങ്ങൾ മാറേണ്ടത് ശരിയാണ്, ന്യായമാണ്. ആ ഓഫീസ് അവിടെ തലയെത്തി നിൽക്കുകയല്ലേ. ഇങ്ങനെ എന്താ ഫണ്ട് കട്ടു നിന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് എങ്ങനെയാ അതിനൊക്കെ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്ഥാനാർത്ഥി റെസീറ്റ് അടിച്ച് നടക്കല, എന്തും പറയാനല്ലേ. ആ പുസ്തകങ്ങൾ വന്നിട്ടുള്ള വഴികളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് VS കേരള നിയമസഭയിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. എന്റെ IT മേഖലയിൽ നിന്ന് ഇവനെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു, ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ളവനെ കിട്ടില്ല. ജോസഫ് സി മാത്യു അവൻ പറയാണ്, തലശ്ശേരിയിൽ MCC അഴിമതിയുടെ കൂടാരമാണ്. ഈ വെള്ളൂരിൽ നിന്ന് പലരും ഞങ്ങളെ വിളിക്കാറുണ്ട്. അവിടെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്തി തരണം. നമ്മുടെ നാട്ടുകാരായിട്ട് ഡോക്ടർമാരുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ബന്ധമുള്ളവരാണ്. അവിടെ പോയാൽ കാരുണ്യമൊക്കെ ഉള്ളവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യമുള്ള ക്യാൻസറിന്റെ ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രം. അതിനെക്കുറിച്ചിട്ടാണ് ആക്ഷേപം പറഞ്ഞിട്ട് തുടങ്ങിയത്. നമ്മുടെ ഈ ഗവൺമെന്റ് കേരളത്തിൽ മറ്റൊരു ക്യാൻസർ സെന്റർ കൂടി ആരംഭിക്കുന്നു ഇപ്പോ, അത് കൊച്ചിയിലാണ്. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചില്ലേ, ആൽവിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന 10 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു മകൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകുമ്പോൾ അപകടത്തിൽ വല്ലാത്ത അവസ്ഥയിലായി കുറെ ദിവസം കടന്ന് ഇന്നലെ ഉച്ചക്ക് രക്ഷിതാക്കളെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഡോക്ടർമാർ പറഞ്ഞു, ആ മകൻ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു, ഇനി രക്ഷപ്പെടില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ആ ഭാര്യയും ഭർത്താവും ലോകം മറന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഒടുവിൽ ആ ഡോക്ടർമാരുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കണം. 5 പേർക്ക് കണ്ണും വൃക്കയും ഹൃദയവും കുഞ്ഞുങ്ങൾക്ക് വെച്ചുപിടിപ്പിക്കാൻ ആ കുട്ടിയുടെ ശരീരത്തിന് അതെടുത്തിട്ട് ഈ കേരളത്തിൽ അവയവദാനത്തിന്റെ മഹാഗോപുരമായിട്ട് ആ കുടുംബം നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയിട്ട് കേരളം പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് അവയവമാറ്റത്തിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനമായിട്ട് ഈ കേരളം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതാണ് കേരളം. നിങ്ങൾക്കൊക്കെ പലർക്കും എന്തും പറയാം ഈ നാട്ടിലെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. രാമന്തലി എത്തിയപ്പോ അവിടെ സുശീലയുടെ 2 മക്കളും. സുശീല ചുമട്ടുതൊഴിലാളിയായി RSSകാരന്റെ കഠാരമുനക്ക് മുന്നിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സുരേന്ദ്രൻ, ഭാര്യ സുശീലയും 2 മക്കളും, നല്ല അജാനുബാഹുക്കളായിട്ടുള്ള 2 മക്കളും. ആ 2 മക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെഡ് വളണ്ടിയർമാരാണ്. തലയെടുപ്പോടെ ഈ ചെങ്കൊടി പിടിച്ച് ചുവപ്പ് യൂണിഫോം അണിഞ്ഞ് റെഡ് വളണ്ടിയർമാരായിട്ട് മാർച്ച് ചെയ്യുന്ന രക്തസാക്ഷിയുടെ മക്കൾ. സുശീല വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളോട് പറയും, അതോട്ടാ ഞങ്ങളുടെ മക്കളെ, ഒരു കുട്ടി പണിയെടുക്കുന്നത് നേവൽ അക്കാഡമിയിലാണ്, ഞങ്ങളുടെ ചുമതലയാണിത്. ഇതിനിടെ ആ വീട്ടിൽ പോയപ്പോൾ സുശീല പറഞ്ഞു, മൂത്തോനൊരു പെണ്ണിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. പാർട്ടി ഏൽപ്പിക്കുകയാണ്. ഇതാ രക്തസാക്ഷികളുടെ ഈ പാർട്ടിയുടെ അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്നത്. എപ്പോഴും മറക്കാത്ത അനുഭവമായിട്ട് രാമന്തലിയിൽ സഖാവ് OK ജീവിക്കുന്നുണ്ട്. മരിച്ചിട്ടും മനസ്സിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട്. 1970 തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്രവാദി സംഘം വെട്ടിനുറുക്കി കശാപ്പ് ചെയ്തിട്ടുള്ള സഖാവ് OK 48ാമത്തെ വയസ്സിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കേരളത്തിൽ ഈ മുന്നണിക്ക് CPM-ന് എന്തെങ്കിലും ക്ഷീണം പറ്റിയാൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത.
ആ വേവലാതികളെ ചേർത്ത് പിടിച്ചവർക്ക് അല്പവീര്യം നൽകി ഈ പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോകുമ്പോ അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങളെ കുത്തിവിളിക്കാൻ ഈ പാർട്ടി ഇട്ടുകൊടുക്കുമ്പോ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനിച്ചോളൂ. ഇതിന്റെ ഒന്നും മുന്നിൽ തലകുമ്പിട്ട് ഭീരുക്കളെ പോലെ ഈ പ്രസ്ഥാനത്ത് ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുമ്പിട്ട് നിർത്താൻ അനുവദിക്കില്ല എന്ന് അനുഭവങ്ങളിലൂടെ ഈ നാടിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള, ഞങ്ങളുടെ ആരുടെയും മസിൽ പവർ കൊണ്ടോ ശേഷി കൊണ്ടോ അല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ കരുത്തുകൊണ്ട് പ്രതിരോധ കോട്ട തീർത്തിട്ടുള്ളതാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. വലിയ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു ചേരുന്ന ഒരു കാലത്ത് ഓരോ കുടുംബവും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു കാലത്ത് വിപുലമായ നിലയിലുള്ള രാഷ്ട്രീയ സംഘടനാ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വഴികളിൽ ധീരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ നമുക്ക് ഒരു മനസ്സോടെ ഏറ്റവും കരുത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം.